പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസിഷനാണ്. ഇത് റേഞ്ച് റോവറിലൊക്കെ കാണുന്ന ആ ഒരു തഗ് ലുക്ക് തോന്നുന്ന രീതിയിലാണ് അവൻ്റെ ഒരു നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ചേഞ്ച് നമ്മൾ നോട്ടീസ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇത് ഇവന് വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. ശരിക്കും ഒരു മിലിറ്ററി സ്റ്റൈൽ തോന്നുന്നൊരു നല്ല രസമുള്ളൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യക്കാരെ സംബന്ധിച്ച് എന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണെന്നുള്ള ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വാല്യൂ ഫോർ മണി എന്നുള്ളത്. അതായത് ഇപ്പം നമ്മളാണെങ്കിൽ പണ്ട് കാലത്ത് വെഹിക്കിളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് എടുക്കത്തില്ലായിരുന്നു, ഏറ്റവും വാല്യൂ ഫോർ മണിയുള്ള ഒരു മോഡൽ നോക്കിയായിരുന്നു ചൂസ് ചെയ്യുന്നത്. അത് ടാറ്റയൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള ഹാരിയറിലും അതുപോലെ തന്നെ സഫാരിയിലും ഉണ്ടായിരുന്ന അഡ്വഞ്ചർ എക്സും എക്സ് പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് വേരിയൻസിൽ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ രണ്ട് മോഡൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിലെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങളിത് മറക്കാതെ കാണണം, അല്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹാരിയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹാരിയറിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും അഡ്വഞ്ചർ എക്സ് എന്നും അതുപോലെ തന്നെ അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ് രണ്ട് വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. അഡ്വഞ്ചർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് എക്സ് പ്ലസ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. എക്സ് പ്ലസ് വരുമ്പം നിങ്ങളൊരു 35,000 രൂപ കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വരുന്ന 18,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് കമ്പനി പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വെറും ഒരു 35,000 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 2 അഡാസ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, 4 ഡിസ്ക് ബ്രേക്ക്, അതായത് 4 വീൽസിലും ഡിസ്ക് ബ്രേക്സ്, ഇലക്ട്രോണിക് പവർ ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ ആഡ് ആവും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഈ ഒരു നല്ല രസമുള്ളൊരു പച്ച കളർ, ശരിക്കും ഒരു മിലിറ്ററി സ്റ്റൈൽ തോന്നുന്നൊരു നല്ല രസമുള്ളൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കളറിലാണ് ഇവൻ്റെ ഈ അഡ്വഞ്ചർ എക്സ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇതാണ്ട് ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട്, നീ കാണത്തില്ല, ഞാൻ ഗ്ലാസ് ഊരി ചെയ്തുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് പോകുന്നുണ്ട്, ജസ്റ്റ് ഒരു ഗൺമെറ്റൽ ഗ്രേ സ്റ്റൈൽ കളർ തീം പോകുന്നുണ്ട്. ഫ്രണ്ടിലും ഒരു അലുമിനിയം ഫിനിഷാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇത് ഇവന് വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. 17 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽസാണ് കമ്പനി ഇവന് കൊടുത്തേക്കുന്നത്. ഈ അലോയ് വീൽസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഈ JLR അല്ലെങ്കിൽ റേഞ്ച് റോവറിലൊക്കെ കാണുന്ന ഒരു തഗ് ലുക്ക് തോന്നുന്ന രീതിയിലാണ് അവൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് വേറെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നൊരു പ്രൊപ്പോസിഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് 20 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹാരിയർ നമുക്ക് കിട്ടും. അതും ഇത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ട്. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ് ടാറ്റ റിയലി ആഡഡ്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ഡിസൈനിലേക്ക് ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിലും ബാക്കിലും വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യം ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഹാരിയർ എന്നുള്ള ലെറ്ററിങ് കൊണ്ട് ബ്ലാക്ക് അല്ല, സിൽവറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. താഴെ ഒരു അലുമിനിയം സ്റ്റൈൽ കളർ കോഡിങ് പോയിട്ടുണ്ട്. ഇവിടെ ദാണ്ട നമ്മുടെ സ്ഥിരമുള്ള പുലിക്കുട്ടനും പുലിമക്കളും 2 കൊടുത്തിട്ടുണ്ട്. ഇതാ സെൻസേഴ്സ് കിടന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ വരുന്ന ശരിക്കും ഒരു ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ പോയിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് എലമെൻ്റാണ്. ലെതറൈറ്റ് സ്റ്റീറിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ്, അതായത് സെഗ്മെൻറ്റിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണല്ലോ നമ്മുടെ ഹാരിയർ എന്ന് പറയുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ആംബ്രസ്റ്റ് അവിടെ മിസ്സായിട്ടുണ്ട്, അത് സെയിം ആണ്. ഇനി നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ചേഞ്ച് നമ്മൾ നോട്ടീസ് ചെയ്യും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദാണ്ട 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് സീറ്റ്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വെൽക്കം ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കയറാൻ നേരത്ത് കുറച്ചുകൂടി താഴ്ന്ന് നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും. എക്സിറ്റ് ചെയ്യാൻ സമയത്തും അതുണ്ടാവും. ആൻഡ് ഓൾസോ മെമ്മറി ഫംഗ്ഷനും അതിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവൻ്റെ ഒരു ഡിസൈനിങ് പോയിരിക്കുന്നത്. ഒരു 10 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ് വരുന്നത്. അഡാസിൻ്റെ നോട്ടിഫിക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഇതാണ് ഇവൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്താണ്ട് വലിയൊരു പനാറോമിക്, നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു പനാറോമിക് സൺറൂഫ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസിഷനാണ്. ഈ ഒരു പ്രൈസിന് ഇറ്റ്സ് ലൈക്ക് റിയലി ബോത്ത്. അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് പോവുക. അഡാസിന് ഒത്തിരി കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അഡാസ് മാത്രമല്ല, ബാക്കിൽ ഇതാണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്കിംഗ് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹാരിയർ അഡ്വഞ്ചർ എക്സിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്.